ഒത്തിരി നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കൊച്ചിയുടെ ബാക്ക് വാട്ടേഴ്സിൽ നിന്ന് അറബിക്കടലിലേക്ക് ഒരു ക്രൂയിസ് യാത്ര, നല്ല സൺസെറ്റൊക്കെ കണ്ടുകൊണ്ടുള്ള ഈ ഒരു യാത്ര ആരംഭിക്കുന്നത് മറൈൻ ഡ്രൈവിൽ നിന്നാണ്. മറൈൻ ഡ്രൈവിലെ KSINC കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ക്രൂയിസ് ഓപ്പറേറ്റിംഗ് ഫെസിലിറ്റിയാണിത്. ഒരു ഡബിൾ ഡെക്ക് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ്. താഴത്തെ ഡെക്ക് ഒരു AC ആയിട്ടുള്ള ക്യാബിനും മുകളിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഈവനിങ് ഒരു 5:30 ആരംഭിക്കുന്ന ഈ യാത്ര ഒരു 7:30 ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. അറൗണ്ട് 600 റുപ്പീസാണ് അഡൾട്ട്സിന് ഇത് ചാർജ് ആവുന്നെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു യാത്രാനുഭവവും അതുപോലെ തന്നെ അതിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഓർഗനൈസേഴ്സ് അത്രയ്ക്ക് ഒരു നല്ലൊരു രീതിയിൽ തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ എത്ര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നാലും നമ്മൾ ആ ഒരു സൺസെറ്റ് കണ്ടുവരുമ്പോൾ നമ്മൾ അത് വളരെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു യാത്രയായിട്ട് നമുക്കൊരു അനുഭവമായിട്ട് മാറും. ബോൾഗാട്ടിയുടെ തീരങ്ങളും ഫോർട്ട് കൊച്ചിയൊക്കെ എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണിത്. സാഗർ റാണി ക്രൂയിസാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കത് എയർലി ബുക്കിംഗ് അവൈലബിൾ ആണ് അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ നമ്പറിലും. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്സ് ഒരു വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തേക്കുന്നുണ്ട് തന്നെ. അത് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് നമുക്ക് കൊച്ചിയെയും കൊച്ചിയുടെ ആ ഒരു തീരദേശത്തെയും അതിന് കൊച്ചിയുടെ ഹിസ്റ്ററിയെയും ഒക്കെ വളരെ നല്ല രീതിയിൽ അവർ ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെ അവതരിപ്പിച്ച് തരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് കാണാവുന്ന വളരെ നല്ല മനോഹരമായ കാഴ്ചകൾ, DP വേൾഡിൻ്റെ ക്രെയിൻ സംവിധാനങ്ങൾ, കപ്പലിൻ്റെ ചരക്കുകളെല്ലാം ഇറക്കുന്ന രീതിയൊക്കെ കാണാം. ബാക്ക് വാട്ടേഴ്സിൽ കാണാവുന്ന ഒത്തിരി നല്ല കാഴ്ചകൾ, വൈപ്പിൻ ജെട്ടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചീനവലകളായിട്ട് സ്ഥിതി ചെയ്യുന്ന വൈപ്പിൻ്റെ ഒരു ഭാഗമാണിത്. അതുപോലെ തന്നെ കൊച്ചി ആസ്പിൻ വാള് മനോഹരമായ ഒരു അനുഭവവേദ്യം തന്നെയാണ്. ഒരു നല്ല യാത്ര ആസ്വദിക്കാനായിട്ട് ലക്ഷറീസ് അല്ലെങ്കിൽ ഒത്തിരി ഇതൊന്നും വേണ്ട. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞ് ഇതിന് സമയം കണ്ടെത്തിയാൽ തന്നെ എത്രയോ മനോഹരമായിട്ടുള്ള നല്ല കാഴ്ചകൾ കണ്ടുവരാനായിട്ട് സാധിക്കും നമ്മൾക്ക്. അവർ ഗാനമേളകൾ, ഡാൻസ് പ്രോഗ്രാംസ്, DJ, അതിന് പുറമെ ഒരു ടീ വിത്ത് സ്നാക്സ്, അങ്ങനെ വളരെ ഇൻറ്ററാക്റ്റീവായിട്ടുള്ള കുറേ ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മളെ വളരെ ഹാപ്പിയാക്കി തന്നെയാണ് അത് കൊണ്ടുവരുന്നത്. 2.5 മണിക്കൂർ എങ്ങനെ കടന്നു പോയി എന്ന് നമ്മൾക്ക് അറിയില്ല. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സൺസെറ്റ് കണ്ടുകൊണ്ട് തന്നെ ദൃശ്യഭംഗികളെല്ലാം ആസ്വദിച്ച് ഗ്രാൻഡ് ഹയാത്തും ഒക്കെ താണ്ടി നമുക്ക് തിരിച്ച് അവിടെ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.